ഒരു വ്യക്തിയുടെ കയ്യിൽ 4 ആപ്പിൾ ഉണ്ട്. ഈ 4 ആപ്പിള് പിന്നെ ഉണ്ട്, അത് 6 ആളുകൾക്ക് വീതിക്കണം. അപ്പൊ ഈ വ്യക്തി വെച്ച ഒരു പോളിസി വെച്ച് നോക്കുകയാണെങ്കിൽ 4 ആപ്പിള് 4 ആളുകൾക്ക് കൊടുക്കുക, ബാക്കി 2 നമുക്ക് കമ്മിറ്റിക്കാരോട് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, ബാക്കി 2 കൊടുക്കേണ്ടി വരും. ഇതാണ് ഇയാൾ പറഞ്ഞ പോലെയാണെങ്കിൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മൂപ്പരോട് നിങ്ങൾ തിന്നണ്ട എന്ന് പറഞ്ഞേക്കും ഒക്കെ ചെയ്യേണ്ടി വരും. സംഗതി കൊണ്ട് സിമ്പിൾ ആണ്. ഈ 4 ആപ്പിൾ 6 ആൾ വീതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആപ്പിളിനെ കട്ട് ചെയ്യണം. ഒരു ആപ്പിളിന്റെ 3/4 6 ആളുകൾക്ക് വീതിച്ചാൽ 4 കറക്റ്റ് ആണ്. ആ രൂപത്തിൽ വീതിക്കണം. എന്നതുപോലെ 27,000 27ലേക്ക് വരുന്ന സംഗതി 24,000 രൂപയെ 27ലേക്ക് വീതിച്ചുകൊണ്ട് ചെയ്യേണ്ട വേണ്ടത്. അപ്പോൾ ആ കണക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണ്? ഈ കണക്കിനെ 24 കണക്കിനെ 27ലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു അറബി ടേം അനുസരിച്ച് ഔലി എന്നാണ് പറയാം. അഥവാ ഉള്ള ഫ്രാക്ഷനിൽ നിന്നും അതിന് വിട്ട് അപ്പുറത്തേക്ക് പോവുക, 27ലേക്ക് എത്തുക. അപ്പൊ 24,000 എന്ന ഈ എമൗണ്ടിനെ 27 കൊണ്ട് ഹരിക്കും. 27 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 888.89 ആണ്. ഇതാണ് 27 ഒരു ഓഹരി. അപ്പൊ ഈ ഓഹരിയെ ഓരോ വ്യക്തിക്കും എത്രയാണോ കിട്ടേണ്ടത് അതുകൊണ്ട് ഗുണിച്ചാൽ കണക്ക് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഈ 888 വെച്ച് ഓഹരി വീതിച്ചാൽ എങ്ങനെയാണ് കിട്ടുക? അടുത്ത സൈഡിൽ കൃത്യമായി കാണാൻ വേണ്ടി പറ്റും. ആണെങ്കിൽ പിന്നെ ആ 888.89 4 കൊണ്ട് ഗുണിച്ചാൽ 3,555.56 കിട്ടുക. ഉപ്പാക്കും അതേപോലെ തന്നെയാണ് കിട്ടുക. ഫാദറിന്, വൈഫിന് കിട്ടുക 1/8 ആയതുകൊണ്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ അദ്ദേഹത്തിന് 3 കൊണ്ട് ഗുണിച്ചാൽ 2,666.67 കിട്ടുക. പിന്നെ മക്കളുടേത് 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 7,111.12 കിട്ടുക. അപ്പൊ ഈ രൂപത്തിൽ ഈ പറയപ്പെട്ട ഈ എണ്ണങ്ങളെ അഥവാ 3,555 ഉമ്മാക്കും ഉപ്പാക്കും, ഭാര്യയ്ക്ക് 2,666 മക്കൾക്ക് ഒക്കെ കൊടുത്താൽ കൃത്യമായി അടുത്ത സൈഡിൽ കാണാൻ കഴിയും. അത് ഈ രൂപത്തിൽ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ 24,000.03 ആണ്. ആ 0.03 കമ്പനിക്കാർ പിരിവെടുത്ത് കൊടുത്തോളാം, നമുക്ക് കുഴപ്പമില്ല. ഇത് ഫ്രാക്ഷൻ ആകുമ്പോൾ വരുന്ന ചെറിയ പ്രശ്നമാണ്. അപ്പൊ 24ലേക്ക് വരുന്ന ഒരു സംഗതി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ആയാൽ അതിന് എന്ത് ചെയ്യണം എന്ന ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ കണക്കിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകളാണ് എന്തോ ഭയങ്കര സംഭവമാണ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് പടച്ചോനെ കണക്കൊക്കെ തെറ്റി, പടച്ചോനെ കണക്കറിയില്ല, ഫ്രാക്ഷൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് വിമർശകരുടെ ഈ ഖുർആനിന്റെ വിമർശകരുടെ അവസ്ഥയാണ് നമുക്ക് ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കണക്ക് വെച്ചിട്ട്. അദ്ദേഹം തന്നെ പറഞ്ഞ കണക്ക് വെച്ച് വന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഖുർആൻ ഈ പറയപ്പെട്ട രൂപത്തിൽ ഏത് വ്യക്തിയുടെയും എന്തും പിന്നെ അവർക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ചുകൊണ്ട് സ്വത്ത് വിധിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിക്കൊണ്ട് കൊടുക്കാൻ കഴിയും. അതിലൊരു ഉപ്പ പോലും ബാക്കിയാവില്ല, അല്ലെങ്കിൽ ഒരു ഉപ്പ പോലും അപ്പുറത്തേക്ക് പോകില്ല. അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൂട്ടിയോനെ കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് പിന്നെ സാധാരണക്കാരോട് പറയാനുള്ളത്, ഇത്തരം ആളുകൾക്ക് ഇത്തരം വിമർശനങ്ങൾക്ക് പറയുമ്പോൾ നമ്മൾ ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബുദ്ധിയുള്ള ഒരാളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കണക്കമാശോട് ചോദിച്ചാൽ മതി ഇതെന്താ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? കാര്യം മനസ്സിലാവും. അതല്ലാതെ അള്ളാന്റെ കണക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയതാണ്. കാരണം നിങ്ങൾ ഇത്തരത്തിൽ ഏതൊക്കെ വിമർശനങ്ങൾ വെച്ചാലും ഇതൊക്കെ സമൂഹത്തിന് പഠിച്ചു കൊടുക്കാനും മാത്രം നമ്മളെപ്പോലത്തെ ഒരു ചെറിയ കുട്ടികൾക്ക് തന്നെ ഇത് പറയാൻ കഴിയുമെങ്കിൽ ഇതിനേക്കാൾ വലിയ പണ്ഡിതന്മാരൊക്കെ ഏത് വിമർശനങ്ങളും അതിനെ മുനയൊടിച്ചുകൊണ്ട് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.